So, what is problem-based learning, or what is the concept of problem-based learning? Anyone? What is the key point? It involves the critical thinking. With critical thinking to examine some problem that lack a well-defined answer. ഒരു വെൽ ഡിഫൈൻഡ് ആൻസർ ഇല്ലാത്ത ഒരു പ്രോബ്ലത്തെ ക്രിട്ടിക്കൽ തിങ്കിങ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹിയർ മെയിൻലി സ്റ്റുഡൻറ് പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. സോ സ്റ്റുഡൻസ് ആർ challenged to develop a plan and create a product or artifact that address a particular problem with lack a well-defined answer. That is the concept of problem-based learning. Okay, and here students or the people will be given only a problem with preliminary information. Then they work towards solving this problem themselves rather than reviewing how others are resolved. അതായത് നമുക്ക് ഇവിടെ റെഫറൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെഫറൻസ് മോഡൽ ഉണ്ടാവണമെന്നില്ല. ഓക്കെ, ആൻഡ് ഇറ്റ് ഡു നോട്ട് പ്രൊഡ്യൂസ് എൻ എൻ പ്രൊഡക്റ്റ്. ഒരു എൻ പ്രൊഡക്റ്റ് ഉണ്ടാവണമെന്നില്ല. കൂടുതലും ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് പോയിന്റ് ഓഫ് വ്യൂവിലാണ് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് എന്നുള്ള കൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഹിയർ പീപ്പിൾ ആർ വർക്കിംഗ് വിത്തിൻ എ ടീം. ഒരു ടീമിന്റെ അകത്തായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. ആ ടീമിലുള്ള മെമ്പേഴ്സിന്റെ സ്കിൽസും ഈ ഒരു പ്രോബ്ലം ബേസ്ഡ് ലേണിംഗിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഓക്കെ, so in short we can say that the students or the a group of people are assigned to permanent group. ഒരു permanent group അല്ലെങ്കിൽ permanent team സെറ്റ് ചെയ്യുന്നു. Then these team members identify the resources related to that problem. ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിന്റെ എന്തൊക്കെ റിസോഴ്സസ് ആവശ്യമുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. Then attempt to determine the nature of the problem. Then pose questions about the problem, record and discuss learning issues, and finally continually determine what they have and what they do not have. എന്തൊക്കെ ഉണ്ട്, ഇൻഫർമേഷൻസ് ഉണ്ട്, ഇനി എന്തൊക്കെ ഇൻഫർമേഷൻ വേണം എന്നുള്ള കാര്യത്തിന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്. ഇൻ ഷോർട്ട് നമുക്ക് പറയാം, ഇറ്റ്സ് എ പ്രസന്റേഷൻ ഓഫ് എൻ ഇൻ സ്ട്രക്ചേർഡ് പ്രോബ്ലം or not well defined problem definition or formulation, or then we will make the problem statement, then generation of a knowledge inventory, generation of all possible solutions, formulation of learning issues for self directed and coach learning, and finally sharing of finding and solutions. That means ഒരു ഗ്രൂപ്പിൽ ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ ടീം മെമ്പേഴ്സിന്റെ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷനും ആ ടീം മെമ്പേഴ്സിന്റെ ഓരോരുത്തരുടെയും സ്കില്ലും ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് പ്രോജക്ട് ബേസ്ഡ് ലേണിംഗ്? പ്രോജക്ട് ബേസ്ഡ് ലേണിംഗ് എന്നുള്ള കൺസെപ്റ്റ് എന്താണ്? വാട്ട് ഈസ് പ്രോജക്ട് ബേസ്ഡ് ലേണിംഗ്? പ്രോജക്ട് ബേസ്ഡ് ലേണിംഗ് കൺസെപ്റ്റ്, ഹിയർ നമുക്കൊരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉണ്ടാവും. പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് ആണെങ്കിൽ എക്സാക്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവണമെന്നില്ല. ബട്ട് ഹിയർ നമുക്കൊരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഈ പ്രോജക്ട് ബേസ്ഡ് ലേണിംഗിൻ്റെ അകത്ത് നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എ സെറ്റ് ഓഫ് മോഡൽസ് ഉണ്ടാവും. അതിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് റെഫറൻസ് ചെയ്തിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇറ്റ്സ് എൻ എക്സ്പെരിമെന്റൽ ലേണിംഗ് വെയർ സ്റ്റുഡൻസ് ഓർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആർ പ്രസന്റഡ് വിത്ത് എ കോംപ്ലക്സ് പ്രോബ്ലം or question that has multiple potential solutions and possibilities for exploration. Okay, here the students or a group of people are challenged to develop a plan and create a product. ഇവിടെ നമുക്കൊരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു രണ്ട് പ്രോഡക്റ്റ് ഇവിടെ ഉണ്ടായിരിക്കും that addresses the problem. And here also it requires students to use their many of the skills like critical thinking, teamwork, communication, പേഴ്സണൽ ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഇങ്ങനെയുള്ള അവരുടെ സ്കിൽസിനെയും ഈ പ്രോജക്റ്റ് ബേസ്ഡ് ലേണിംഗിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ
what is the difference between problem based learning and project based learning? I don't want to conclude either. What is the difference between problem based learning and project based learning? Suppose ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് വരികയാണ്, കമ്പയർ പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് ആൻഡ് പ്രോജക്ട് ബേസ്ഡ് ലേണിംഗ്, എന്തൊക്കെ പോയിന്റ്സ് ആയിരിക്കും നിങ്ങൾ വെക്കുന്നുണ്ടാവുക? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നു, കമ്പയർ പ്രോജക്ട് ബേസ്ഡ് ലേണിംഗ് ആൻഡ് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്. സോ എന്തൊക്കെ പോയിന്റ്സ് ആയിരിക്കും നിങ്ങൾ അതിൽ പ്ലേസ് ചെയ്യുന്നുണ്ടാവുക? ഒന്ന് റെസ്പോണ്ട് ചെയ്യുക, ടൈപ്പ് ചെയ്തിട്ട് ഓരോ പോയിന്റ്സ് ആക്കിയിട്ട്. കമ്പയർ പ്രോജക്ട് ബേസ്ഡ് ലേണിംഗ് ആൻഡ് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്. ജസ്റ്റ് നിങ്ങളുടെ പോയിന്റ്സ് ഒന്ന് ടൈപ്പ് ചെയ്യൂ. Difference between problem based learning and project based learning. അറ്റ്ലീസ്റ്റ് കുറച്ച് പോയിന്റ്സ് ഒന്ന് പറയൂ. നമ്മൾ ഓൾറെഡി ഇപ്പൊ തന്നെ അതിൻ്റെ ഒന്ന് ഓവർവ്യൂ ചെയ്തിട്ടുണ്ട്. സോ പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് ആൻഡ് പ്രോജക്ട് ബേസ്ഡ് ലേണിംഗ് മിനിമം ഒരു പോയിന്റ് ഒന്ന് പറഞ്ഞേ. Yes, exactly. No fixed solution for problem based learning, but in project based learning there is a fixed solution. Okay, fine. So that is one of the points. Good. Okay, in project based learning we follow general steps because നമുക്കൊരു റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡൽസ് ഉണ്ടാവും. അത് ഫോളോ ചെയ്തിട്ടുള്ള ജനറൽ സ്റ്റെപ്പ് തന്നെയാണ് വി ഫോളോയിങ് പ്രോജക്ട് ബേസ്ഡ് ലേണിംഗ്. Okay, fine. Okay, so as in slide you can see that in project based learning goals are set and quite structured. ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സെറ്റ് ചെയ്തിട്ടുള്ള ഗോൾസ് നമുക്കുണ്ട്. ദെൻ അതിന്റെ ബേസിൽ നമുക്കൊരു എക്സാക്ട് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഇൻ പ്രോജക്ട് ബേസ്ഡ് ലേണിംഗ്. But in problem based learning often share the outcome and jointly set the learning goals and outcomes. ഇവിടെ നമ്മളൊരു ടീം എൻവയോൺമെന്റിൽ ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ളൊരു പോയിന്റ് വെക്കണം. ക്രിട്ടിക്കൽ തിങ്കിങ് ബേസ് ചെയ്തിട്ട് ഒരു കോമൺ ഔട്ട്കം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ് ചെയ്യുന്നത്. ആ ടീം മെമ്പേഴ്സ് അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ പ്രീവിയസ്ലി ഒരു സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രോഡക്റ്റിനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്. ഓഫൺ മൾട്ടി ഡിസിപ്ലിനറി ആൻഡ് ലോങ്ങർ. ഹിയർ more likely to be a single subject and shorter. And here it follows general steps. It follows general steps കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, നമുക്കൊരു റെഫറൻസ് ചെയ്യാനുള്ള മോഡൽ ഉണ്ടാവും, അതെങ്ങനെ ഡെവലപ്പ് ചെയ്തു എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടാവും. സോ ആ ഒരു ജനറൽ ആയിട്ടുള്ള സ്റ്റെപ്പുകൾ തന്നെയായിരിക്കും ഇവിടെയും ഫോളോ ചെയ്യുന്നുണ്ടാവുക. ബട്ട് ഹിയർ ഇറ്റ് ഫോളോസ് സ്പെസിഫിക് സ്റ്റെപ്പ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ഒതന്റിക് ടാസ്ക് ദാറ്റ് സോൾവ് റിയൽ വേൾഡ് പ്രോബ്ലം. ഹിയർ ഇറ്റ് യൂസ് സെനാരിയോസ് ആൻഡ് കേസസ് that are perhaps less related to real life. So these are the comparison between project based learning and problem based learning. Okay, then other related activities നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. What is problem based learning? Like you have to design a new waste management system in your residence area, especially for plastic waste. Here first of all you have to think about what are the situations or what is the scenario in your area. നിങ്ങളുടെ ഏരിയയിൽ എന്ത് സെനാരിയോ ആണുള്ളത്, എന്താ സിറ്റുവേഷൻ എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. അവിടെ എത്രത്തോളം പ്ലാസ്റ്റിക് വേസ്റ്റുകൾ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അതിന്റെ ബേസിസിൽ നിങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള സ്പേസും ഒക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്. സോ അങ്ങനെയുള്ള ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഇൻവോൾവ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്. അത് നിങ്ങളുടെ ഏരിയയിലുള്ള ആ ഒരു എന്തൊക്കെ സിറ്റുവേഷൻ ആണ് എന്നുള്ള പല കാര്യങ്ങളെയും ഡിറ്റർമിൻ ചെയ്തിരിക്കും. സോ നമുക്കൊരു എക്സാക്ട്ലി റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോഡലൊന്നും നമുക്ക് ഇവിടെ ഉണ്ടായിരിക്കണമെന്നില്ല. സോ ദാറ്റ് ഈസ് കോൾഡ് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്. ആൻഡ് പ്രോജക്ട് ബേസ്ഡ് ലേണിംഗ് ഒരു ആക്ടിവിറ്റിയാണ്. ലൈക്ക് അനലൈസ് 5 most popular social media platforms for teens, then predict and design a new platform based on existing trends and past trajectory of change. Here you have to develop a new social media platform.
ഓക്കെ, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി പല മോഡൽസ് എക്സിസ്റ്റിംഗ് ആണ്. സോ അത് വെച്ചിട്ട് കമ്പയർ ചെയ്ത് അതിന്റെ ഫീച്ചേഴ്സ് മനസ്സിലാക്കിയിട്ട് എക്സിസ്റ്റിംഗ് ട്രെൻഡ്സ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഒരു ജനറൽ സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ട് വേണം ഒരു പുതിയ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് കൈൻഡ് ഓഫ് അപ്രോച്ച് ഈസ് കോൾഡ് പ്രോജക്ട് ബേസ്ഡ് ലേണിംഗ്. ഹിയർ യു ക്യാൻ ഫൈൻഡ് എ പെർഫെക്റ്റ് ഔട്ട്പുട്ട്. ആ ഔട്ട്പുട്ടിന് അല്ലെങ്കിൽ പെർഫെക്റ്റ് പ്രോഡക്റ്റ് ഉണ്ടാവും. ആ പ്രൊഡക്റ്റിനെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ലാർജ് നമ്പർ ഓഫ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ റെഫറൻസ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, സോ ദാറ്റ് കൈൻഡ് ഓഫ് activity or that kind of learning is called project based learning. Okay, so clear ആണോ ഇപ്പൊ എല്ലാവർക്കും? പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗും പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് തമ്മിലുള്ള ഡിഫറൻസ് എല്ലാവർക്കും ക്ലിയർ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. പ്രോജക്ട് ബേസ്ഡ് ലേണിംഗ് ആൻഡ് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് ഡിഫറൻസ് എല്ലാവർക്കും ഓക്കെ ആണോ? മോസ്റ്റ് ഓഫ് ദി കേസസ് കമ്പാരിസൺസ് ഒക്കെ എക്സാമിന് ചോദിക്കാം. ഡിഫറൻസ് ഓക്കെ ആണോ പ്രോജക്ട് ബേസ്ഡ് ലേണിംഗ് ആൻഡ് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്? ഓക്കെ, ബാക്കിയുള്ള ആൾക്കാരൊന്ന് റെസ്പോണ്ട് ചെയ്യൂ. പ്രോജക്ട് ബേസ്ഡ് ലേണിംഗ് ആൻഡ് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് കൺസെപ്റ്റ് ഓക്കെ ആണോ? ഓക്കെ, ഓക്കെ, ഓക്കെ. ഇത് ചോദിക്കാൻ കാരണം ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഏരിയ ആണ്. എന്താണ് ഡിഫറൻസ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ബട്ട് ഈ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഡിഫറൻസ് എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് വി ഡിസ്കസ് മോഡുലാർ ഡിസൈൻ. വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് മോഡുലാർ ഡിസൈൻ? വാട്ട് യു മീൻ ബൈ മോഡ്യൂൾ? Modules are means if we have to develop a new product, then we divide that system into smaller parts, and that smaller parts are called modules. These modules can be independently created, modified, replaced, and exchanged. Okay. So ഒരു ഡിസൈൻ അല്ലെങ്കിൽ വലിയൊരു പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ആ പ്രൊഡക്റ്റ് നമുക്ക് പല മോഡ്യൂൾസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സോ ഈ ഓരോ മൊഡ്യൂൾസിനെയും നമുക്ക് ഇൻഡിപെൻഡൻ്റ്ലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്യാൻ മോഡിഫൈ, വി ക്യാൻ റീപ്ലേസ് ഓർ എക്സ്ചേഞ്ച്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ കൺസെപ്റ്റ് ഓഫ് മോഡുലാർ ഡിസൈൻ. ആൻഡ് വാട്ട് യു മീൻ ബൈ modularization? Modularization means dividing a product into discrete units based on some particular criteria. That is called modularization. Okay, and what are the advantages of modularization? It minimizes the cost. ഒരു സിസ്റ്റം കംപ്ലീറ്റ് ഒന്നിച്ച് ഡെവലപ്പ് ചെയ്യുന്നതിനേക്കാളും കോസ്റ്റ് വളരെ റിഡ്യൂസ്ഡ് ആയിരിക്കും ഇൻ കേസ് ഓഫ് മോഡുലാർ ഡിസൈൻ. ദെൻ ഡിസൈൻ ഓഫ് എ സിംഗിൾ പാർട്ട് ഈസ് ഈസിയർ ദെൻ ഡിസൈനർ ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺലി ഇൻ വൺ സെക്ഷൻ. അതായത് ഇതിനെ പല ഡിവൈഡ് ചെയ്ത് പല ആൾക്കാർക്ക് അല്ലെങ്കിൽ പല ഡിസൈനിങ് ടീംസിന് കൊടുത്താൽ അവർക്ക് ആ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ ഫംഗ്ഷനിൽ പെർട്ടിക്കുലർ മൊഡ്യൂളിന്റെ ഫംഗ്ഷനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. And module can be separately improved without affecting the entire product. നമുക്ക് ഏതെങ്കിലും ഒരു മൊഡ്യൂളിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട് മാത്രം ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ആ പാർട്ട് മാത്രം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് എൻ്റയർ പ്രൊഡക്റ്റിനെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു പാർട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം, ആ ഒരു പാർട്ട് മാത്രം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. എൻ്റയർ പ്രൊഡക്റ്റിനെ നമുക്ക് ആ എൻ്റയർ പ്രൊഡക്റ്റിൽ വർക്ക് ചെയ്യാതെ ആ ഒരു പെർട്ടിക്കുലർ മൊഡ്യൂളിൽ മാത്രം വർക്ക് ചെയ്ത് അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സപ്പോസ് നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്യണം, ഈസിലി ആ മൊഡ്യൂളിനെ മാത്രം റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇറ്റ് ഷോർട്ടൺ ദ ഡിസൈൻ സൈക്കിൾ ആൻഡ് ഇംപ്രൂവ് ദ ക്വാളിറ്റി. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് മോഡുലാർ ഡിസൈൻ. ഓക്കെ, സോ ഈ ഒരു കൺസെപ്റ്റും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ലൈഫ് സൈക്കിൾ ഡിസൈൻ. ഓക്കെ, സോ വാട്ട് ഈസ് ലൈഫ് സൈക്കിൾ? നിങ്ങൾ ലൈഫ് സൈക്കിൾ എന്നുള്ളൊരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടാവും. ലൈഫ് സൈക്കിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പേഴ്സൻ്റെ ഒരു എവല്യൂഷന്റെ ആ ഒരു പാർട്ടിനെയാണ് ലൈഫ് സൈക്കിൾ എന്ന് പറയുക. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ എൻഡ് ചെയ്യുന്നത് വരെയുള്ള എൻ്റയർ പ്രോസസ്സിനെയാണ് ലൈഫ് സൈക്കിൾ എന്ന് പറയുക. ഓക്കെ, നിങ്ങൾ ബയോളജിക്കൽ ലൈഫ് സൈക്കിൾ അങ്ങനെ പല ലൈഫ് സൈക്കിൾ പഠിച്ചിട്ടുണ്ടാവും. സോ വാട്ട് ഈസ് ലൈഫ് സൈക്കിൾ ഡിസൈൻ? ലൈഫ് സൈക്കിൾ ഡിസൈൻ മീൻസ് application of this life cycle concept to the design phase of a product development. That is called life cycle design.
ഒരു പ്രോഡക്റ്റിന്റെ ഡെവലപ്മെന്റിന്റെ അകത്ത് ഈ ലൈഫ് സൈക്കിൾ കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നതിനെയാണ് ലൈഫ് സൈക്കിൾ ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു പ്രോഡക്റ്റിന്റെ തന്നെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ പല സ്റ്റേജസ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ പല സ്റ്റേജസിനെ ഡിനോട്ട് ചെയ്യുന്ന ആ പല സ്റ്റേജസ് വഴി പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് വരുന്ന ആ ഒരു ഡിസൈനിനെയാണ് ലൈഫ് സൈക്കിൾ ഡിസൈൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു പ്രോഡക്റ്റിന്റെ അകത്ത് പല സ്റ്റെപ്പുകൾ ഉണ്ടാകും. ഡെവലപ്മെന്റ്, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, യൂസ്, മെയിൻ്റനൻസ്, ഡിസ്പോസൽ ആൻഡ് റിക്കവറി. ഇങ്ങനെയുള്ള ഓരോ സ്റ്റേജസും മാർക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിസൈനെയാണ് ലൈഫ് സൈക്കിൾ ഡിസൈൻ എന്ന് പറയുക. ഓക്കെ, ലൈക്ക് പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, യൂസ് ആൻഡ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഇറ്റ് വർക്ക് ദ റിട്ടയർമെന്റ് ഓഫ് ദ പെർട്ടിക്കുലർ പ്രോഡക്റ്റ്. അങ്ങനെ പല സ്റ്റേജസുകൾ ഉണ്ടാകും. ഓക്കെ, സോ ഇങ്ങനെ ഒരു പ്രോഡക്റ്റിന്റെ ഡിസൈൻ ഫേസ് സ്റ്റാർട്ട് മുതൽ എൻഡ് വരെയുള്ള ഫേസസിനെയാണ് ഡിസൈൻ ചെയ്യുന്നതിനെയാണ് ലൈഫ് സൈക്കിൾ ഡിസൈൻ എന്ന് പറയാം. ഓക്കെ, സോ എക്സാമിന് ചോദിക്കാം വാട്ട് ഈസ് ലൈഫ് സൈക്കിൾ ഡിസൈൻ. സോ ലൈഫ് cycle design is the application of life cycle concept to the design phase of a product development. Okay, then നിങ്ങൾ ഓരോ പ്രോഡക്റ്റിന്റെയും ഓരോ സ്റ്റേജസും കാണിക്കണം. ലൈക്ക് പ്രീ പ്രൊഡക്ഷൻ ഉണ്ടാവാം, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഈ പ്രീ പ്രൊഡക്ഷൻ്റെ റിക്വയർമെന്റ് ഒക്കെ അനലൈസ് ചെയ്തതിനു ശേഷം വേണമെങ്കിൽ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാവാം. അങ്ങനെയുള്ള ഓരോ സ്റ്റേജസ് ഉണ്ടല്ലോ, ആ പ്രോഡക്റ്റിന്റെ ഡെവലപ്മെന്റ് മുതൽ അത് ഫൈനലായിട്ട് റിട്ടയർ ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ അതിന്റെ യൂസ് അവസാനിക്കുന്നത് വരെയൊക്കെ സ്റ്റേജസിനെ കാണിക്കുന്ന ആ ഒരു ഡിസൈനാണ് ലൈഫ് സൈക്കിൾ ഡിസൈൻ എന്ന് പറയുക. ഓക്കെ, ക്ലിയർ ആണുള്ള കൺസെപ്റ്റ് ലൈഫ് സൈക്കിൾ ഡിസൈൻ. ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഏകദേശം ആ പേര് കാണുമ്പോൾ തന്നെ ടോപ്പിക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ ഓരോ പ്രോഡക്റ്റിന്റെ സ്റ്റേജസ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഈ ഓരോ സ്റ്റേജസ് ആയിരിക്കും ഈ ലൈഫ് സൈക്കിൾ ഡിസൈനിന്റെ ഓരോ പാർട്ടായിട്ട് അല്ലെങ്കിൽ ഓരോ സ്റ്റേജ് ആയിട്ട് വരുന്നുണ്ടാവുക. Okay. Next, application of biomimicry, aesthetics and ergonomics in design. ഇതിന്റെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സോ വാട്ട് ഈസ് ബയോമിമിക്രി? വാട്ട് യു മീൻ ബൈ ബയോമിമിക്രി? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. വാട്ട് ഈസ് ബയോമിമിക്രി? വാട്ട് യു മീൻ ബൈ ബയോമിമിക്രി? ജസ്റ്റ് നിങ്ങളെ കൺസെപ്റ്റ് ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. Biomimicry. So what is the concept of biomimicry? Yes, exactly. Design inspired from nature. അതാണ് ബയോമിമിക്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസൈൻ ഇൻസ്പയർഡ് ഫ്രം നാച്ചർ. അതായത് ഈ നമ്മളിപ്പോൾ നാച്ചുറലിൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും അല്ലെങ്കിൽ എല്ലാ ലിവിങ് ആൻഡ് നോൺ പ്ലാന്റ്സ്, ആനിമൽസ് എല്ലാം പല വർഷങ്ങളായിട്ട് ഇവോൾവ് ചെയ്തിട്ട് വന്നതാണ്. സോ ഇപ്പം ഈ എൻവയോൺമെന്റിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യത്തക്ക രീതിയിലാണ് അവ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ടേക്കിംഗ് ദിസ് കൺസെപ്റ്റ് ഇൻ ടു ഡിസൈൻ, ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ബയോമിമിക്രി. It's a method for creating solution to human challenges by emulating designs and ideas found in nature. നാച്ചുറൽ ഫൗണ്ട് ചെയ്തിട്ടുള്ള ഐഡിയാസും ഡിസൈനും നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റിന്റെ അകത്ത് കൊണ്ടുവരുന്ന കൺസെപ്റ്റിനെയാണ് ബയോമിമിക്രി എന്ന് പറയുന്നത്. ഓക്കെ, നാച്ചുറൽ കാണുന്ന കൺസെപ്റ്റുകളെ നമ്മുടെ പ്രോഡക്റ്റിലോട്ട് അല്ലെങ്കിൽ ആ ഒരു ഐഡിയനെ മിമിക് ചെയ്ത് നമ്മുടെ പ്രോഡക്റ്റിൽ യൂസ് ചെയ്തിട്ട് അതിനെ മാക്സിമം എഫക്റ്റീവും ഹൈ ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റുക. ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ബയോമിമിക്രി. Okay, so once again, it's the concept of creating solution to human challenges by emulating designs and ideas found in nature, and it can be used in different places like buildings, vehicles, materials. Okay, so as a definition we can say that emulation of
Biomimicry is the emulation of models, systems, and elements of nature for the purpose of solving complex human problems. ഇനി എങ്ങനെയാണ് ഈ കൺസെപ്റ്റ് ഇവോൾവ് ചെയ്ത് വന്നത്? ഈ നാച്ചുറലുള്ള എല്ലാ ലിവിങ് ഓർഗാനിസവും പല ഇയേഴ്സ് എടുത്ത് അഡാപ്റ്റ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അഡാപ്റ്റ് ചെയ്യത്തക്ക രീതിയിലാണ് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്. സോ ആ ഒരു ഐഡിയ യൂസ് ചെയ്തിട്ട് നമ്മുടെ പ്രൊഡക്റ്റിൽ ആ ഒരു ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്ത് ആ പ്രൊഡക്റ്റിനെ ഏറ്റവും നാച്ചുറലായിട്ട് ഏറ്റവും ലാസ്റ്റിംഗ് ചെയ്യുന്ന രീതിയിൽ ഏറ്റവും നാച്ചുറലായിട്ട് ഇൻവോൾവ് ചെയ്യത്തക്ക രീതിയിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്യാം. ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ബയോ മിമിക്രി. ഓക്കെ, ഈ ബയോമിമിക്രിയുടെ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? Can you give an example for biomimicry concept? Biomimicry concept ഒരു എക്സാമ്പിൾ. Example for biomimicry concept. Anyone? Example for biomimicry concept. പല എക്സാമ്പിൾസും പറയാൻ പറ്റും. ഈവൻ ക്ലാസ്സിൽ മുന്നിലെണ്ണം ജസ്റ്റ് ഓവർവ്യൂ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എക്സാമ്പിൾ ഫോർ ബയോമിമിക്രി. എനിവൺ? Yes, aeroplane and bird. That's one of the best example. Aircraft using design and flight techniques are being inspired by birds. Birds എങ്ങനെയാണോ അല്ലെങ്കിൽ ബേർഡ്സിന്റെ ഡിസൈൻ എങ്ങനെയാണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എയർക്രാഫ്റ്റ് ഡിസൈൻ ചെയ്യുന്നത്. കാരണം എയറിന്റെ റെസിസ്റ്റൻസ് ഒക്കെ മാക്സിമം കുറയത്തക്ക രീതിയിലാണ് ബേർഡ്സിന്റെ ഒരു ഡിസൈൻ ഉള്ളത്. ഓക്കെ, സോ ദ സെയിം ഐഡിയ ക്യാൻ ബി implemented in aeroplane so that it can avoid the resistance of air or it can minimize the resistance of air. Okay, so അത് ഒരു ബയോമിമിക്രിയുടെ എക്സാമ്പിൾ ആണ്. ഇനി ആക്ടിവിറ്റി പോയിന്റ് ഓഫ് വ്യൂ, കേസ് സ്റ്റഡി ഓർ ആക്ടിവിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഷോ ദ ഡെവലപ്മെന്റ് ഓഫ് എ നാച്ചുറൽ ഇൻസ്പയർഡ് ഡിസൈൻ ഫോർ എ സോളാർ പവേർഡ് ബസ് വെയിറ്റിംഗ് ഷെഡ് ബിസൈഡ്സ് എ ഹൈവേ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സീരീസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും യൂണിവേഴ്സിറ്റി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെയുള്ള ഈ ടൈപ്പ് ആയിരിക്കും ഈ ഒരു ഭാഗത്തു നിന്നും എസ്സേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെ, ഷോ ദ ഡെവലപ്മെന്റ് ഓഫ് എ നാച്ചുറൽ ഇൻസ്പയർഡ് ഡിസൈൻ ഫോർ എ സോളാർ പവേർഡ് ബസ് വെയിറ്റിംഗ് ഷെഡ് ബിസൈഡ്സ് എ ഹൈവേ. ഇവിടെ ചോദിച്ചുള്ളത് ഒരു ഹൈവേയുടെ അടുത്തുള്ള സോളാർ പവേർഡ് ബസ് വെയിറ്റിംഗ് ഷെഡിന്റെ ഡിസൈൻ ആണ്. ഓക്കെ, ഇതേപോലെ എന്ത് വേണമെങ്കിലും ചോദിക്കാം. ബട്ട് ഹിയർ മെയിൻ കൺസെപ്റ്റ് ഈസ് നാച്ചുറൽ ഇൻസ്പയർഡ്. സോ വെൻ യു ഫൈൻഡ് നാച്ചുറൽ ഇൻസ്പയർഡ്, ഈ ഒരു ടേം നിങ്ങൾ നോക്കണം. നാച്ചുറൽ ഇൻസ്പയർഡ് എന്ന് പറഞ്ഞാൽ ബയോമിമിക്രി കൺസെപ്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ ബയോമിമിക്രി പ്രകാരം ഈ ബസ് ഷെൽട്ടറോ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തന്നത് അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. അത് ഏത് രീതിയിൽ ഡെവലപ്പ് ചെയ്തു എന്ന് മനസ്സിലാക്കുക. സോ ആ ഒരു കൺസെപ്റ്റ് ഈ ഒരു നിങ്ങളോട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ആ കാര്യത്തിലൂടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ബയോമിമിക്രി ഓർ ആപ്ലിക്കേഷൻ ഓഫ് ബയോമിമിക്രി. ഓക്കെ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ഈ കീവേഡ് എപ്പോഴും ഓർമ്മിക്കുക, നാച്ചുറൽ ഇൻസ്പയർഡ്. നാച്ചുറൽ ഇൻസ്പയർഡ് മീൻസ് ആപ്ലിക്കേഷൻ ഓഫ് ബയോമിമിക്രി. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഒരു സോളാർ പവേർഡ് ബസ് വെയിറ്റിംഗ് ഷെഡ്, അതേപോലെ ഒരു കാർ ചാർജിങ് സ്റ്റേഷൻ, അങ്ങനെ പല എന്ത് വേണമെങ്കിലും ചോദിക്കാം. ബട്ട് നാച്ചുറൽ ഇൻസ്പയർഡ് മീൻസ് മാക്സിമം നാച്ചുറൽ അല്ലെങ്കിൽ ബയോമിമിക്രി കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ,
ഓക്കെ, സോ ക്ലിയർ ആണല്ലോ എന്താണ് ബയോമിമിക്രി എന്നുള്ള കൺസെപ്റ്റും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെ നിങ്ങളുടെ ഈ ഒരു സബ്ജക്ട് പോയിന്റ് ഓഫ് വ്യൂവിൽ ഏത് രീതിയിൽ ഈ ബയോമിമിക്രി കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ വരും എന്നുള്ള കാര്യം മനസ്സിലായോ? എസ്പെഷ്യലി എസ് എ ക്വസ്റ്റ്യൻ 14 മാർക്കിന്റെ എസ് എ ക്വസ്റ്റ്യൻ ഈ ഇപ്പൊ കാണിച്ച രീതിയിലായിരിക്കും ഉണ്ടാവുക. നാച്ചുറൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, സോ നിങ്ങൾ നോർമലി വരക്കുന്ന പോലെ തന്നെ ഹാൻഡ് സ്കെച്ചസ് യൂസ് ചെയ്ത് വരയ്ക്കുക. ബട്ട് ആ വരയ്ക്കുന്നതിൽ നാച്ചുറൽ ഉള്ള ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യത്തക്ക രീതിയിൽ വേണം ഈ ഒരു പിക്ചർ വരക്കാൻ. അതിനെ നിങ്ങളൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടത്, മീൻസ് എക്സ്പ്ലെയിൻ ചെയ്യുകയും വേണ്ടത്. ഓക്കെ, ആ രീതിയിലായിരിക്കും ഈ ബയോമിമിക്രി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരിക, എസ്പെഷ്യലി ഇൻ 4th മൊഡ്യൂൾ എസ് എ ക്വസ്റ്റ്യൻ. ആ ഒരു ഐഡിയ ക്ലിയർ ആണ്? അറ്റ്ലീസ്റ്റ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക, എന്താണ് ക്വസ്റ്റ്യൻ്റെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ മനസ്സിലായോ? ഒരു ക്ലാരിറ്റി കിട്ടിയോ? അറ്റ്ലീസ്റ്റ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, ഏത് രീതിയിലാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലായോ? ഓഫ്ലൈൻ ക്ലാസ് ആയിരുന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു ആക്ടിവിറ്റി തന്നെ നമുക്ക് നോക്കി ചെയ്യേണ്ടതായിരുന്നു. അപ്രോച്ച് മനസ്സിലായോ? ഓക്കെ, ഒന്നുകൂടി ആർക്കും ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം. ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും എന്നുള്ളതാണ് ഇപ്പോൾ കാണിച്ചത്. ഈ രീതിയിലായിരിക്കും എസ് എ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. നാച്ചുറലി ഇൻസ്പയർഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറയും. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് നിങ്ങൾ ഇത്രയും കാലം പല പിക്ചേഴ്സ് വരച്ചിട്ടുണ്ട്, പല ഡിസൈൻ നിങ്ങൾ ഡ്രോ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡ്രോ ചെയ്യാം. ബട്ട് ആ ഡ്രോ ചെയ്യുന്നതിൽ നാച്ചുറൽ നിന്നും ഇൻസ്പയർഡ് ആവുന്ന എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അത് നിങ്ങളൊന്ന് ജസ്റ്റിഫൈ ചെയ്തത്തക്ക രീതിയിൽ അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയും വേണം. അതാണ് ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രോ എ നീറ്റ് സ്കെച്ച്. ദെൻ ആ സ്കെച്ചിന്റെ അകത്ത് എന്താണ് ഫീച്ചർ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. നാച്ചുറൽ നിന്നും എന്ത് ഫീച്ചറാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നുള്ള കൺസെപ്റ്റും എക്സ്പ്ലെയിൻ ചെയ്യുക. ആ രീതിയിൽ വേണം ഈ ഒരു പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. 4th മൊഡ്യൂളിൽ നിന്ന് 14 മാർക്കിന് കമ്പൽസറി വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഓക്കെ, ദെൻ ഫൈനലി നമുക്ക് ഇന്ന് ഒരു ടോപ്പിക് കൂടി എടുത്ത് സ്റ്റോപ്പ് ചെയ്യാം. ആസ്തെറ്റിക് ആൻഡ് എർഗണോമിക്. വാട്ട് ഈസ് ആസ്തെറ്റിക് ആൻഡ് വാട്ട് ഈസ് എർഗണോമിക് ഫീച്ചർ? ഇത് നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി ജസ്റ്റ് പ്രീവിയസ് മൊഡ്യൂൾസിലൊക്കെ ആയിട്ട് ഒരു ഓവർവ്യൂ പറഞ്ഞു പോയിട്ടുള്ള ടോപ്പിക്കാണ് ആസ്തെറ്റിക് ആൻഡ് എർഗണോമിക്. സോ വാട്ട് യു മീൻ ബൈ ആസ്തെറ്റിക് ഫീച്ചർ ആൻഡ് വാട്ട് യു മീൻ ബൈ എർഗണോമിക് ഫീച്ചർ? വാട്ട് ഈസ് ആസ്തെറ്റിക് ഫസ്റ്റ്? What do you mean by aesthetic feature of a product? Reply what is aesthetic feature of a product? Just ഒരു സിംഗിൾ വേർഡ് കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ആൻസർ പറയാൻ പറ്റും. വാട്ട് ഈസ് aesthetic? യെസ്, എക്സാക്ട്ലി ലുക്ക് വൈസ് ആണ് aesthetic കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗുഡ്. ദെൻ വാട്ട് ഈസ് എർഗണോമിക്? വാട്ട് യു മീൻ ബൈ എർഗണോമിക്? ഓർ വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് എർഗണോമിക് ഡിസൈൻ? Yes, user friendly or work means yes, വർക്ക് ലോസ് എന്നതാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ പറയാം. എർഗണോമിക് മീൻസ് യൂസർ കംഫോർട്ടബിലിറ്റി അല്ലെങ്കിൽ യൂസർ ഫ്രണ്ട്ലി, അത് തന്നെയാണ് എർഗണോമിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർ വി ക്യാൻ സേ ദാറ്റ് എ സെറ്റ് ഓഫ് ലോസ്, a set of work laws. That is the concept of ergonomics. So first of all, what is aesthetic? Aesthetic means how things look. Things or ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് appearance wise ഉള്ളത്. Its appearance and style. That is the concept of aesthetic. ഏതൊരു പ്രോഡക്റ്റിന്റെയും ഏറ്റവും ഫസ്റ്റ് അട്രാക്ട് ചെയ്യുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത്
മീൻസ് കസ്റ്റമേഴ്സ് ലുക്ക് ചെയ്യുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അത് എങ്ങനെ അപ്പിയർ ചെയ്യുന്നു എന്നുള്ളതായിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് ദിസ് അപ്പിയറൻസ് ക്യാൻ ബി പേഴ്സണൽ. ഓരോ പേഴ്സൺ ടു പേഴ്സൺ ഈ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ബട്ട് ലുക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. ഓരോ പേഴ്സണൽ നോക്കുന്ന സമയത്ത് ലുക്ക് വൈസ് ഉള്ള അവരുടെ കൺസെപ്റ്റിലുള്ള വ്യത്യാസം ഉണ്ടാവും. ബട്ട് എന്നാൽ പോലും ഈ ഒരു അപ്പിയറൻസ് എന്ന് പറയുന്നത് ഇൻ ടോട്ടൽ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഡക്റ്റിൻ്റെ അകത്ത് ഫസ്റ്റ് നോട്ടീസ് ചെയ്യുന്ന കാര്യമാണ് വിഷ്വൽ അപ്പിയറൻസ്. ഓക്കെ, സോ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ അകത്ത് ഈ വിഷ്വൽ അപ്പിയറൻസ് ഫീച്ചേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യത്തിനാണ് ആസ്തെറ്റിക്സ് എന്ന് പറയുന്നത്, ഓർ ആസ്തെറ്റിക് ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ആർ ദ എലമെന്റ്സ് ഓഫ് ദിസ് ആസ്തെറ്റിക് ഫീച്ചർ? ഇറ്റ് ഇൻക്ലൂഡ്സ് വിഷൻ, ഹിയറിംഗ്, ടച്ച്, ടേസ്റ്റ് ആൻഡ് സ്മെൽ. ഓക്കെ, ഇത്രയും ആസ്തെറ്റിക് ഫീച്ചേഴ്സ് എലമെന്റ്സ് ഉണ്ട്. വിഷൻ മീൻസ് the color of the product, shape, patterns, etc. Hearing means loudness, pitch, beat, repetition. Touch, tenor, shape, weight, comfort. Taste, strength, sweetness, sourness. Smell, strength and sweetness. ഇത്രയും എലമെന്റ്സ് ഉണ്ട്. എസ്പെഷ്യലി ഈ വിഷൻ, ഹിയറിംഗ്, ടച്ച്, ടേസ്റ്റ്, സ്മെൽ, ഈ 5 പോയിന്റ് ഒന്ന് ഓർമ്മിക്കുക. ദീസ് ആർ ദ എലമെന്റ്സ് ഓഫ് aesthetics. Okay, so that is the concept of aesthetics. Ergonomics means how user friendly the product is, or we can say that ഇത് എങ്ങനെയാണ് ഉണ്ടായത്. വർക്ക് ലോസ് എന്നാണ് എക്സാക്ട് മീനിങ്. ഗ്രീക്ക് വേർഡിൽ ഉണ്ടായതാണ് വർക്ക് ലോസ് എന്നുള്ളത്. ഇത് എത്ര യൂസർ ഫ്രണ്ട്ലി ആണ് എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് എർഗണോമിക്സ്. ഇറ്റ്സ് എ സയൻസ് ഓഫ് അനലൈസിങ് വർക്ക് ആൻഡ് ദെൻ ഡിസൈനിങ് ഐറ്റംസ് and methods to most appropriately fit the capabilities of the user. Okay, ഈ ഒരു പോയിന്റ് നോക്കുക. മെത്തേഡ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ്ലി ഫിറ്റ് ദ capabilities of the user and it focus on human comfort. Okay, ഓൾസോ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സ്റ്റഡി ചെയ്തിട്ട് എന്തൊക്കെ ഡിസ്കംഫോർട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നെക്സ്റ്റ് ഫേസിൽ ആ ഡിസ്കംഫോർട്ടിനൊക്കെ സോൾവ് ചെയ്യത്തക്ക രീതിയിലുള്ള സൊല്യൂഷൻസ് ഡിറ്റർമിൻ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് എർഗണോമിക്സ് എന്നുള്ള ഒരു കൺസെപ്റ്റ്. ഡീറ്റെയിൽ ആയിട്ട് എർഗണോമിക്സ് എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇന്നെടുത്ത് ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ എല്ലാവർക്കും? അറ്റ്ലീസ്റ്റ് വാട്ട് ഈസ് ലൈഫ് സൈക്കിൾ ഡിസൈൻ, ബയോമിമിക്രി, ആസ്തെറ്റിക്സ് ആൻഡ് എർഗണോമിക്സ്. ലൈഫ് സൈക്കിൾ ഡിസൈൻ എന്താണ്, ബയോമിമിക്രി എന്നുള്ള കൺസെപ്റ്റ് എന്താണ്, ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ബയോമിമിക്രി ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, ആ ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ആൻഡ് ആസ്തെറ്റിക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്, എർഗണോമിക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണോ? എല്ലാവരും ഒന്ന് റിപ്ലൈ ചെയ്യുക, അതിനുശേഷം നമുക്ക് അറ്റൻഡൻസ് എടുക്കാം. Okay, then attendance. Abhinav present. നിങ്ങൾ ടൈപ്പ് ചെയ്തോളൂ, ടൈപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചോളൂ. പേര് വിളിക്കുമ്പോൾ പ്രസ് ചെയ്താൽ മതി. അഭിനവ്, അഭിരാം, ആഗ്ന, ആഗ്ന, അഖില, അജയ്, ആകർഷ്, ഗോകുൽ, ആകർഷ്, അക്ഷര, ആൽബിൻ, അഞ്ജിത, അനുജിത്, അനുരാഗ്, അരുണിമ, അശ്വിൻ, അശ്വന്ത്,
Ashwin K, Ashwin Pavitran, Aswal, Aswan, Aswan, wait, പേര് വിളിച്ച് പറഞ്ഞാൽ മതി. അസ്വൽ പ്രസന്റ് ആണോ? അശ്വതി അതുൽ, ദേവിക, അശ്വതി അതുലൊക്കെ, ദേവിക, നിങ്ങൾ ടൈപ്പ് ചെയ്ത് വെച്ചോളൂ, പെട്ടെന്ന് എൻ്റർ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഫാത്തിമ, മിസ്ബ, ഷഹല, സുഹറ, ഓക്കെ, ഗാഥ, ഗോപിക, ഇഷ, കിരൺ, മാളവിക, നബീൽ, മുഹ്സിന, മൂസിൻ, ഫഹൽ, സദഫ്, സഹൽ, സദഫ്, നന്ദന, നേഹ, നിഹാരിക, നിർമ്മൽ, നിവേദിത, നൈനിക, പുണ്യ, രജത്, സഹില, താരംഗ്, ഷഹാന, ഷനിൽ, ഷഹാന, ഓക്കെ, ഷഹാന, ഓക്കെ, ഷോണിൻ, ഓക്കെ, സിദ്ധാർത്ഥ്, സുനിൽ, സൗരവ്, ശ്രീരജ്, റൈഫൽ, വർഷനാഥ്, വിഘ്നേഷ്, വിഷ്ണു, പ്രണവ്, സീലിയ, ഓക്കെ, സീലിയ, സദഫ് ഉണ്ടോ? സദഫ്, ഗോപിക, ദീപിക, അസ്വൽ. ഓക്കെ, ഓക്കെ, താങ്ക് യു. ബാക്കി നെക്സ്റ്റ് ക്ലാസ് എടുക്കാം.